ശ്രാവണ മാസത്തിൽ നിരവധി ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമാണ് നാഗപഞ്ചമി. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 5-ാമത്തെ ദിനമാണ് നാഗപഞ്ചമി. നാഗാരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് നാം ഏവരും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് കാളസർപ്പദോഷം പോലുള്ള സർപ്പദോഷങ്ങൾ അകറ്റാൻ നാഗാരാധന മാത്രമാണ് പോംവഴി. നാഗപഞ്ചമി ദിവസം നാഗാരാധന വളരെ വിശേഷകരമായി കരുതപ്പെടുന്നു. ദോഷങ്ങളിൽ നിന്നും മുക്തരാകാൻ നാഗാരാധന അത്യുത്തമമാണ്. നാഗരാജനെയാണ് നാഗപഞ്ചമിയിൽ ആരാധിക്കുന്നത്. നാഗപഞ്ചമി നാളിൽ നാഗങ്ങളെ ഭജിച്ചാൽ കാളസർപ്പദോഷവും പിതൃദോഷവും അകലും എന്നാണ് വിശ്വാസം. നാഗപഞ്ചമി നാളിൽ എള്ളെണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കണം എന്നാണ് മറ്റൊരു വിശ്വാസം. എള്ളെണ്ണ പിതൃക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബലിതർപ്പണത്തിലും പിതൃക്കളുമായി ബന്ധപ്പെട്ട് മറ്റ് ചടങ്ങുകളിലും എള്ള് തീർച്ചയായും ഉപയോഗിക്കണം എന്നാണ് പറയപ്പെടുന്നത്. നാഗപഞ്ചമി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമാകണം. എന്നിട്ട് നാഗദൈവത്തെയും ശിവനെയും ആരാധിക്കണം. നാഗങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതും നാഗങ്ങൾക്ക് പുഷ്പം, പഴം, പാൽ, മഞ്ഞൾപ്പൊടി എന്നിവ സമർപ്പിക്കുന്നതും വിശേഷകരമായി കരുതപ്പെടുന്നു. ജാതകത്തിൽ സർപ്പദോഷമുള്ള ആളുകളും രാഹു കേതു ദോഷങ്ങളുള്ളവരും നാഗപഞ്ചമി ദിവസം നാഗാരാധന നടത്തണം എന്നാണ് വിശ്വാസം. സർപ്പദോഷം വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നാഗപഞ്ചമി ദിവസം അറിയാതെ പോലും പാമ്പുകളെ കൊല്ലരുത്. ഇങ്ങനെ ചെയ്താൽ അത് ചെയ്ത ആളുടെ ജീവനും അവരുടെ പരമ്പരയ്ക്കും ദോഷം വരുത്തും. നാഗപഞ്ചമി ദിവസം ഇരുമ്പ് പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യരുതെന്നും ഇത് നാഗരാജാവിന് അഹിതമാണെന്നും ചിലർ വിശ്വസിക്കുന്നു. നാഗപഞ്ചമി ദിവസം ഭൂമിയിൽ കിളയ്ക്കുകയോ കുഴിക്കുകയോ ചെയ്യരുതെന്നും വിശ്വാസമുണ്ട്. പാമ്പുകളുടെ മാളങ്ങൾ ഉണ്ടാകുമെന്നും കുഴിക്കുന്നതിലൂടെ അവയ്ക്ക് നാശമുണ്ടാകുമെന്നുമുള്ള വിശ്വാസമാണ് അതിന് കാരണം. നാഗപഞ്ചമി ദിവസം മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്നും പറയപ്പെടുന്നു. നാഗപഞ്ചമി ദിവസം ഇലക്കറികളും പാലും വർജിക്കണമെന്നും വിശ്വാസമുണ്ട്.